എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ചെടുത്തിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ആക്കി ചെയ്തതാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ചിലർക്ക് ചിലതൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും നിങ്ങൾക്ക് അറിയാത്ത ടിപ്പുകളും ഇതിലുണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ തുടങ്ങാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞ ഒരു ക്ലീനിങ് ടിപ്പാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന കത്തി, അതുപോലെ പീലർ, ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ കറകൾ പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെയൊക്കെ ആ ഒരു കറകളാണത്. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടിപ്പാണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് എടുക്കുക. അപ്പോൾ കോൾഗേറ്റ് ആണെങ്കിൽ കൂടുതൽ നല്ലത്, നന്നായിട്ട് ക്ലീൻ ആവും. അതൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ, ആ ഒരു കത്തീൻ്റെ ഭാഗത്തും ആ ഒരു പിടിയുടെ ഭാഗത്തൊക്കെ. അപ്പോൾ എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വയ്ക്കുക, ഒരു 5 മിനിറ്റ് വെച്ചാൽ നല്ലതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കമ്പി സ്ക്രബ്ബർ ഇല്ലേ, അത് വെച്ചിട്ട് നന്നായിട്ട് കഴുകാം. അതുപോലെ തന്നെ നമുക്ക് ടൂത്ത് ബ്രഷും യൂസ് ചെയ്യാം, എത്താത്ത സ്ഥലത്തൊക്കെ കഴുകാനായിട്ട്. എന്നിട്ട് നമ്മളൊന്ന് കഴുകിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ പുതിയതുപോലെ വെട്ടി തിളങ്ങണ കാണാൻ പറ്റും. ശരിക്കും നല്ല റിസൾട്ടാണ് നമ്മൾ ഡിഷ് വാഷൊക്കെ വെച്ച് കഴുകുന്നതിനേക്കാളും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഫെയ്ഡായി പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്ലാസ്സിനൊരു തിളക്കം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പുതിയ തിളക്കം തന്നെ തിരിച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ടൂത്ത് പേസ്റ്റ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് സാധാരണ നമ്മൾ കഴുകിയെടുക്കുന്ന പോലെ കഴുകിയെടുക്കുക. അപ്പോൾ 2 മിനിറ്റ് വെച്ചാൽ കൂടുതൽ നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ടൂത്ത് പേസ്റ്റൊക്കെ എക്സ്പയറി ആയിട്ട് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എടുക്കാം കേട്ടോ, അത് കളയണ്ട. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതുപോലെ പറയാനുള്ളതെന്ന് വെച്ചാൽ, സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, അതുപോലെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലൊക്കെ കറ പിടിക്കാറുണ്ട്. പ്രത്യേകിച്ച് കപ്പ് ഗ്ലാസ്സൊക്കെ നമ്മൾ ചായയൊക്കെ അരിച്ചിട്ട് വെക്കുന്ന സമയത്ത് ചായയൊക്കെ കുറച്ച് നേരം അതിൽ വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും ഇങ്ങനെ കറ പിടിക്കുക. അപ്പോൾ നമ്മൾ വെറുതെ കഴുകി എടുത്ത് പോകുമ്പോൾ ആ ഒരു കറ അവിടെ നിൽക്കും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ആ ഒരു കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാനുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വിനാഗിരി അതിലൊഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കല്ലുപ്പോ പൊടിയുപ്പോ ഏതായാലും മതി കേട്ടോ. ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് കഴുകിയെടുത്ത് നോക്കിയേ, ആ ഒരു കറയൊക്കെ ഫുള്ളായിട്ട് പോയിട്ട് നല്ല പുതിയതുപോലെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫ്ലാസ്കിൻ്റെ ഉള്ളിലത്തേക്ക് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ കളഞ്ഞിട്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടാനുള്ള ഒരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഫ്ലാസ്ക് ഇതുപോലെ തുറന്നിട്ട് അതിൽ ലേശം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക, പിന്നെ കുറച്ച് ഉപ്പ് ഇടുക കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് ബ്രഷ് വെച്ച് കഴുകി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും ഈ ഒരു ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ചായയുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്മെല്ലുകൾ ഉണ്ടെങ്കിലോ ഒക്കെ പോയി കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, നാരങ്ങയുടെ തൊലി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നാരങ്ങയുടെ തൊലി നമ്മൾ എടുത്ത് വയ്ക്കുക, എന്നിട്ട് അത് നമുക്ക് ക്ലീനിങ്ങിന് യൂസ് ചെയ്യാം കേട്ടോ. നാരങ്ങയുടെ തൊലിയിൽ ലേശം ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമ്മളത് നമ്മുടെ കിച്ചൺ സിങ്ക്, അതുപോലെ പൈപ്പ്, ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കറകളൊക്കെ പോയിട്ട് നല്ല നീറ്റായിട്ട് സിങ്കും ആ ഒരു പൈപ്പൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ ഒന്നും കൂടെ നല്ല റിസൾട്ടായിരിക്കും. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സിങ്കൊന്നും ബ്ലോക്ക് ആവാണ്ടിരിക്കാനുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ സിങ്കിൻ്റെ ഹോളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചായയൊക്കെ വെക്കുന്ന ആ പാത്രത്തിൽ ഒരു പാത്രം വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പൈപ്പ് തുറന്നിട്ട് ധാരാളം വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിൽ വല്ല ബ്ലോക്കായിട്ടൊക്കെ വല്ലതും നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ ഒഴുകി പോയിക്കോളും. അപ്പോൾ നമ്മുടെ സിങ്കിൽ പിന്നെ ബ്ലോക്കേ വരില്ല, നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ എല്ലാ ആഴ്ചയും ചെയ്യുകയാണെങ്കിൽ കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെളിച്ചെണ്ണ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു കുപ്പിക്കകത്ത് ഒരു 5-6 കുരുമുളക് ഉണക്കിയതും കൂടി ഇട്ട് വെക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ കുറേ നാൾ കേടാവാതെ ഇരിക്കും കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്മെല്ലൊന്നും വരില്ല. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള മരത്തിൻ്റെ തവി, അതുപോലെ ചട്ടകം, ഈ ഒരു ചപ്പാത്തി പരത്തുന്ന റോളർ, എന്തായാലും കട്ടിംഗ് ബോർഡ്, ഇങ്ങനത്തെ എന്ത് തന്നെ ആയാലും നമ്മൾ ഉപയോഗിക്കാണ്ട് കുറേ നാൾ ഇരിക്കുന്ന സമയത്ത് പൂപ്പൽ വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് ഈർപ്പുള്ളൊരു അന്തരീക്ഷമാണല്ലോ. അതുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ കട്ടിംഗ് ബോർഡ് കണ്ടില്ലേ, 2 ആഴ്ച എടുക്കാതിരുന്നപ്പോൾ ഇങ്ങനെയായി അവസ്ഥ. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ചെടുക്കുക. പിന്നെ ഇതിലൊന്ന് ഫുള്ളായിട്ട്
ഈർപ്പം പോകാനായിട്ട്. നമുക്കിപ്പോൾ മഴക്കാലത്ത് പ്രത്യേകിച്ച് വെയിലൊന്നുമില്ലല്ലോ. വെയിലുള്ളപ്പോൾ വെയിലത്ത് ഒന്ന് ചൂടാക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ കത്താനൊന്നും പാടില്ല. ഒന്ന് സൂക്ഷിച്ചിട്ട് നന്നായിട്ട് ആ ഈർപ്പവും ഒക്കെ പോയി ഒന്ന് ചൂടാവണ വരെ ഫ്ലെയിമിലൊന്ന് കാണിച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒരു ടിഷ്യൂലോ കോട്ടൺ തുണിയിലോ ഒന്ന് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഒന്ന് പോളിഷ് ചെയ്യുന്ന പോലെ, ഒരുപാട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യുന്ന മോഡലിൽ ഒന്ന് ആക്കി കൊടുത്തിട്ട് എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത കുറച്ച് ടിപ്പുകളുമായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതിലെ വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കണേ, എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു നല്ല ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല സിമ്പിളാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞിട്ട് സമയം കളയുന്നില്ല. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്